അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫിഷിങ്ങിലോട്ട് പോവാം. ഓക്കേ, ഒന്ന് നമ്മളൊരു ഹിഡൻ സ്പോട്ടിലേക്കാണ് പോണത്. അധികം ആരും വഞ്ചിയായിട്ടൊന്നും പോയിട്ടില്ലാത്തൊരു സ്ഥലമാണ്. വഞ്ചിയായിട്ട് പോകണം, നടന്നൊന്നും പോകാൻ പറ്റില്ല, ആകെ കാടാണ് സൈഡിലൊക്കെ. അപ്പം നമുക്ക് നേരെ പോവാം. ഓക്കെ, അപ്പം ഇന്നത്തെ പാഠം എന്താന്ന് നോക്കാൻ പോയിട്ട്. അപ്പം ഇന്നത്തെ ആയുധതാണ് തുർക്കിയുടെ കാറ്റർപില്ലർ കേട്ടോ. രക്ഷയില്ലാത്ത സാധനമാണ്. നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഇന്നത്തെ അറിയാം. റിസൾട്ടിനെ അറിയാനൊന്നുമില്ല, ഓൾറെഡി ഒരുപാട് അടിച്ച് കയറ്റിയ ഒരിതാണ്, റോഗാണ്. പെട്ട സാധനം രക്ഷയില്ല. അപ്പോൾ നമ്മളാൾ വന്നിട്ടുണ്ട്, പാട്ടാർ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നോക്കാം. അപ്പോൾ സാഹസികമായിട്ടുള്ള പരിപാടിയാണ്. ഇനി ഇതിൻ്റെ അപ്പുറത്ത് എത്തണം നമ്മൾ. ഇവിടെ മൊത്തം കാടാണ്, ഇവിടെ മൊത്തം കാടാണ്. ഇതിൻ്റെ അപ്പുറത്ത് വഞ്ചി ഇറക്കണം. ഇനി ടാസ്ക് പരിപാടിയാണ്. അതാണ് അവസ്ഥ. ഞാൻ വഞ്ചി ഇങ്ങോട്ട് എടുത്ത് കയറ്റി വെക്കണം. അതാ അതാണ് പരിപാടി. അതാണ് അവസ്ഥ. ഇവിടുന്ന് വഞ്ചി എടുത്തിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് എടുത്ത് എറിയണം. അതാണ് എറിയൽ തുടങ്ങി. നല്ലൊരു മീനടിച്ചാണ്, പക്ഷെ ആ മീൻ നമുക്ക് മിസ്സായി. ചണ്ടിനുള്ളിൽ ഉടക്കി പണി കിട്ടി. ഇവിടെ ഈ വെള്ളം വറ്റുന്ന ടൈമിൽ അപ്പോൾ ചെറുമീനുകളെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നുള്ള കൊക്കകളാണ് ഈ കാണുന്നത്. എത്ര പോരാ ഉള്ളതെന്നറിയാം. അവിടുത്തെ ഒരു ചെറുമീൻ ബാക്കി ഉണ്ടാവില്ല, ഒക്കെ അടിച്ച് കഴിച്ചിട്ടുണ്ടാവും എല്ലാവരും. രജീഷേട്ടൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് തലങ്ങും വിലങ്ങും എറിഞ്ഞിട്ട് നോക്കിയിട്ട്. Mantap, mantap. 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 മീനാണ് മക്കളെ. അയ്യോ, നല്ല സ്ട്രൈക്ക് വരുന്നു. 1.5 കിലോ ഉണ്ടാവും. സൈസ് മീന്. ഫാരിസേ അതിനോട്ട് പിടിച്ചാ ഈ ഒരു മീൻ നമുക്ക് ഒരു 4-5 വട്ടം സ്ട്രൈക്ക് തന്നു, പക്ഷേ ആ മീൻ ലാസ്റ്റ് നല്ലൊരു അടി അടിച്ചിട്ട് മിസ്സാവുകയും ചെയ്ത്.
മീൻ കറി ഉണ്ട്. നോക്കിയാ അന്ന് കുറേ സ്ട്രൈക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല. മീനടി തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ എടുക്കൽ നിർത്തി, പിന്നെ പിടുത്തം തുടങ്ങി. അന്ന് ഏകദേശം ഒരു 10-20 മീൻ കിട്ടിയിട്ടുണ്ടാവും രണ്ടാക്കും കൂടിയിട്ട്. അപ്പോൾ നമുക്കിന്ന് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, എല്ലാവരോടും ഗുഡ് ബൈ.